ഹായ്. അപ്പോൾ വീക്കെൻഡ് എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നത്. അയ്യോടാ, ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കി. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി ഗൂഗിളാണ് നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തന്നത്. അങ്ങനെ നമ്മൾ കറക്റ്റ് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടി അങ്ങ് ഉള്ളിലോട്ട് കയറി പോകത്തില്ല കേട്ടോ. 2 വീലറൊക്കെ കയറി പോകും, കാറൊന്നും കയറി പോകത്തില്ല. അങ്ങനെ പിന്നെ അവിടുന്ന് ഞങ്ങൾ നടക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു അന്തം ഒന്നും ഇല്ലാതെ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ വലത്തെ സൈഡിൽ ഒരു പെട്ടിക്കട ഉണ്ട് കേട്ടോ. അവിടെ മോരും വെള്ളവും നാരങ്ങ വെള്ളവും നെല്ലിക്ക ഉപ്പിലിട്ടതൊക്കെ കിട്ടും. അപ്പം നമ്മൾ ഇത്രയും റോഡ് കയറി കഴിഞ്ഞിട്ട് പിന്നെ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റെപ്പാട്ടോ. നമ്മുടെ പഴനിമലയിലെ സ്റ്റെപ്പ് പോലെ കുറേ ഉണ്ട് കയറാൻ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് മാമനും മരുമോനും കൂടെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങളൊരു 2-3 ചുവട് വയ്ക്കും, അതിനുശേഷം റെസ്റ്റ് ചെയ്യും, വീണ്ടും ചുവട് വയ്ക്കും, റെസ്റ്റ് ചെയ്യും. അങ്ങനെയായിരുന്നു. നമ്മൾ മേളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഗതി ആകെ മാറിയത്. നല്ല അടിപൊളി സ്ഥലം. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ വലത്തെ സൈഡിലൊരു മാവിലിങ്ങനെ ചുമന്ന പട്ടൊക്കെ കെട്ടി ഇട്ടിട്ടുണ്ട്. അവിടെ വിളക്കത്തിരൊക്കെ ഉണ്ട്. അപ്പം മേളിൽ ചെന്നിട്ടും വീണ്ടും പ്രഹസനമായി. സ്ഥലം കണ്ടപ്പോൾ ഉള്ളൊരു ആകാംക്ഷ. അതിനുശേഷം പിന്നെ ഞങ്ങൾ മൊത്തത്തിൽ അവിടെ ഒന്ന് പിടിച്ചു. ഇവിടെ കൽവിളക്കൊക്കെ ഉണ്ട്, വിളക്കൊക്കെ കത്തിക്കുന്ന സ്ഥലമാണ്. പിന്നെ നല്ല കാറ്റൊക്കെ വീശുന്നുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് പോവാനേ നമുക്ക് മനസ്സ് വരത്തില്ല. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം ഈ മുട്ടറ മലയാണ്. സത്യം പറഞ്ഞാൽ കേട്ടറിവോട് കൂടിയാണ് ഇവിടെ വന്നെങ്കിലും നല്ലൊരു പോസിറ്റീവ് വൈബാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. പിന്നെ നമ്മൾ നേരിട്ട് കാണുന്ന ഭംഗിയൊന്നും ഞാൻ ഈ ഫോണിലെടുക്കുന്ന വീഡിയോയിൽ ഉണ്ടാവത്തില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എത്തുമ്പോഴത്തേനും നമ്മുടെ ആ നെഗറ്റിവിറ്റിയൊക്കെ മാറി പോസിറ്റിവിറ്റിയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഒരു വൈബാണ് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിനടുത്ത് ഇങ്ങനെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ പോവുക. പക്ഷെ ഇവിടെ വലിയ ആളും വരുന്നില്ല കേട്ടോ. നമുക്ക് നല്ല സ്വാതന്ത്ര്യത്തോടെ ഇങ്ങനെ നടന്ന് വീഡിയോ എടുക്കാനായാലും ഫോട്ടോ എടുക്കാനായാലും ഒക്കെ പറ്റും. പിന്നെ അതേ ആ കാവിനടുത്ത് 2 പട്ടിക്കുട്ടികളെ കണ്ടു കേട്ടോ. അപ്പം ജസ്റ്റ് അവരെ ഒന്ന് ഈ വീഡിയോയിലൊന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നേരെ പിന്നെ നമ്മൾ പോകുന്നത് ഇതിന് മുകളിലേക്ക് കയറി ചെന്ന റൈറ്റ് സൈഡിൽ ഒരു പെട്ടിക്കടയുണ്ട് കേട്ടോ. നമ്മൾ താഴെ കണ്ടതുപോലെ തന്നെ ഒരു കട ഇവിടെയുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴത്തേനും കയ്യിൽ ഫുഡും വെള്ളമൊക്കെ കരുതണം. അല്ലെന്നുണ്ടെങ്കിൽ എന്നെ പോലെ പെട്ടുപോകും നിങ്ങൾ. അപ്പം നമുക്ക് ആ കടയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ അമ്മയും മോനും പോയി ലേസും ഫ്രൂട്ടിയൊക്കെ വാങ്ങി. തണുപ്പൊന്നുമില്ല കേട്ടോ ഫ്രൂട്ടിക്ക്, കാരണം ആ കടയിൽ ഫ്രിഡ്ജൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാനും ബ്രദറും ചായയാണ് ഓർഡർ ചെയ്തത്. അപ്പം ഞങ്ങൾ ഓരോ ചായയും കുടിച്ചു. പിന്നെ ഓരോ കപ്പലണ്ടി മുട്ടയൊക്കെ കഴിച്ച് ഞങ്ങൾ മല ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ ഇനി നേരെ വീട്ടിലേക്കാട്ടോ. സന്ധ്യയായി. ഇനി കൂടുതൽ നേരം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഇരുട്ടും. അപ്പോൾ അതിനിടയിൽ നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ.